നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷമുള്ള ആദ്യ കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന്. നിലവിലെ സാഹചര്യം വിലയിരുത്തും. സുരക്ഷാകാര്യ സമിതി യോഗവും ചേരും. അതിർത്തി മേഖലകളിൽ സ്ഥിതി ശാന്തം. രാജ്യത്തിന്റെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ബി.ആർ. ഗവായ് ഇന്ന് ചുമതലയേൽക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണന് ശേഷം ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസാകുന്ന രണ്ടാമത്തെ ന്യായാധിപൻ. കോഴിക്കോട് ലഹരിക്കടിമയായ ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. അർദ്ധരാത്രി വീട് വിട്ടോടിയ യുവതിയും മകളും ആശുപത്രിയിൽ ചികിത്സയിൽ. ക്രൂരമർദ്ദനത്തിനിടയായത് അമ്പായത്തോട് സ്വദേശി നജ്ജയും മകളും. അക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ മകൾക്കും ഭർത്തൃമാതാവിനും പരിക്ക്. തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ സീനിയർ അഭിഭാഷകരെ കണ്ടെത്താനാകാതെ പോലീസ്. അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നുകളഞ്ഞതായി വിവരം. 2 തവണ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന് എഫ്ഐആർ. എഫ്ഐആറിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നൽ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. കാസർകോട് അപകട ഭീഷണി ഉയർത്തി മട്ടലായിക്കുന്നും വീരമലക്കുന്നും. ദേശീയപാത നിർമ്മാണത്തിനായി വലിയ തോതിൽ മണ്ണിടിച്ചത് അപകട ഭീഷണിയായി. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധവും ശക്തം. കാനഡയിൽ മന്ത്രിസഭ രൂപീകരിച്ച് മാർക്ക് കാർണി. 28 മന്ത്രിമാരിൽ 24 പേർ പുതുമുഖങ്ങൾ. ഇന്ത്യൻ വംശജയായ അനിത ആനന്ദ് പുതിയ വിദേശകാര്യമന്ത്രി. മനീന്ദർ സിംഗ് സന്ധു അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി. ആദ്യ മന്ത്രിസഭാ യോഗം ഇന്ന്. ഇന്നൊക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,765 രൂപ. പവന് 70,120 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,220 രൂപ. പവന് 57,760 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. കിലോ 1,80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. കാസർകോട് അപകട ഭീഷണി ഉയർത്തി മട്ടലായിക്കുന്നും വീരമലക്കുന്നും. ദേശീയപാത നിർമ്മാണത്തിനായി വലിയ തോതിൽ മണ്ണിടിച്ചതാണ് അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത്. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം